പ്രിയമുള്ളവരെ, വചനജ്വാല 1266 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി 17 തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ 39 അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. മനുഷ്യൻ നിഴൽ മാത്രം. ഗായക സംഘ നേതാവിന് യദൂദിന് ദാവീദിൻ്റെ സങ്കീർത്തനം. ഞാൻ പറഞ്ഞു, നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും. എൻ്റെ മുൻപിൽ ദുഷ്ടർ ഉള്ളിടത്തോളം കാലം നാവിനെ ഞാൻ കടിഞ്ഞാണിടും. ഞാൻ മൂകനും നിശബ്ദനുമായിരുന്നു. എൻ്റെ നിശബ്ദത നിഷ്ഫലമായി. എൻ്റെ സങ്കടം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ ഉള്ളിൽ ഹൃദയം തപിച്ചു. ഞാൻ ചിന്തിച്ചപ്പോൾ അത് കത്തിജ്വലിച്ചു. ഞാൻ സംസാരിച്ചു, കർത്താവേ, അവസാനമെന്തെന്നും എൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം എത്രയെന്നും എന്നെ അറിയിക്കണമേ. എൻ്റെ ജീവിതം എത്ര ക്ഷണികമാണെന്ന് ഞാൻ അറിയട്ടെ. ഇതാ, അവിടുന്ന് എൻ്റെ ദിവസങ്ങൾ ഏതാനും അങ്കുലം മാത്രമാക്കിയിരിക്കുന്നു. എൻ്റെ ജീവിതകാലം അങ്ങയുടെ ദൃഷ്ടിയിൽ ശൂന്യപ്രായമായിരിക്കുന്നു. മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം. മനുഷ്യൻ ഒരു നിഴൽ മാത്രമാണ്. അവൻ്റെ ബദ്ധപ്പാട് വെറുതെയാണ്. മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നു. ആരനുഭവിക്കുന്നുവെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, ഞാൻ എന്താണ് കാത്തിരിക്കേണ്ടത്? എൻ്റെ എല്ലാ അതിക്രമങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എന്നെ ഭോഷൻ്റെ നിന്ദയ്ക്ക് പാത്രമാക്കരുത്. ഞാൻ ഊമനാണ്. ഞാൻ എൻ്റെ വായ് തുറക്കുന്നില്ല. അവിടുന്നാണല്ലോ ഇത് വരുത്തിയത്. ഇനിയും എന്നെ പ്രഹരിക്കരുത്. ഞാൻ അവിടുത്തെ അടിയേറ്റു തളർന്നിരിക്കുന്നു. പാപം നിമിത്തം മനുഷ്യനെ അങ്ങ് ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെയെല്ലാം അവിടുന്ന് കീടത്തെപ്പോലെ നശിപ്പിക്കുന്നു. മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ നിലവിളി ചെവിക്കൊള്ളണമേ. ഞാൻ കണ്ണീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുത്. ഞാൻ അങ്ങേക്ക് അല്പനേരത്തേക്ക് മാത്രമുള്ള അതിഥിയാണ്. എൻ്റെ പിതാക്കന്മാരെ പോലെ ഞാനും ഒരു പരദേശിയാണ്. ഞാൻ മറഞ്ഞില്ലാതാകുന്നതിന് മുൻപ് സന്തോഷം എന്തെന്ന് അറിയാൻ എന്നിൽ നിന്ന് ദൃഷ്ടി പിൻവലിക്കണമേ. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മേരി ദാസന്മാരുടെ തിരുനാളാണ്. 1233 സ്ഥാപിതമായതാണ് മേരി ദാസന്മാർ എന്ന സഭ. മാർട്ടിൻ 5-ാമൻ മാർപ്പാപ്പ 5-ാം യാചക സഭ എന്ന് ഈ സഭയെ പേര് വിളിച്ചു. ഫ്ലോറൻസിലെ 7 പ്രഭു കുടുംബാംഗങ്ങളാണ് ഈ സഭയുടെ സ്ഥാപകർ. ബോൺഫീലിയോസ്, ബോനായുക്ത, അമിദേവൂസ്, ഹുയു, മനത്തേസ്, സോസ്തേനൂസ്, അലക്സിയൂസ് എന്നിവരാണ് അവർ. 1888 എല്ലാവരെയും വിശുദ്ധരെന്ന് നാമകരണം ചെയ്തു. 1233
സ്വർഗാരോപണ തിരുനാൾ ദിവസം മേൽപ്പറഞ്ഞ 7 യുവാക്കൾക്ക് ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട് അവരോട് ലൗകികാർഭാടങ്ങൾ പരിത്യജിച്ച് തൻ്റെ സേവനത്തിന് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഫ്ലോറൻസിനടുത്ത് ലക്മാർസിയ എന്ന പ്രദേശത്ത് ആണ് അവർ പ്രഥമ ആശ്രമം സ്ഥാപിച്ചത്. മോന്തെ സെമിനാരിയിലായിരുന്നു രണ്ടാമത്തെ ആശ്രമം. അവിടെ വെച്ച് ദൈവമാതാവ് തന്നെയത്രേ അവർക്ക് സഭാവസ്ത്രം നൽകിയത്. വിശുദ്ധ അഗസ്റ്റിൻ്റെ നിയമങ്ങൾ അനുസരിക്കാനാണ് മാതാവ് നിർദ്ദേശിച്ചത്. 1249 സഭയ്ക്ക് പ്രാഥമിക അംഗീകാരം ലഭിച്ചു. 1272 സഭ നിർത്തലാക്കപ്പെട്ടു. 1304 സഭയ്ക്ക് സ്ഥിരമായ അംഗീകാരം സിദ്ധിക്കുകയുണ്ടായി. അനിത സാധാരണമായിരുന്നു ഈ സഭയുടെ വളർച്ച. 1285 ഈ സഭയ്ക്ക് 10,000 അംഗങ്ങളുണ്ടായിരുന്നു. ഫ്രാൻസിലും സ്പെയിനിലും ഇറ്റലിയിലും ജർമ്മനിയിലുമായി 100 ആശ്രമങ്ങളുണ്ടായിരുന്നു. 1867 ഇംഗ്ലണ്ടിലും 1870 അമേരിക്കയിലും ആശ്രമങ്ങൾ ആരംഭിച്ചു. മേരിദാസന്മാർ ആഘോഷവ്രതങ്ങളെടുക്കുന്നു. ദൈവമാതാവിൻ്റെ 7 വ്യാകുലതകളോടുള്ള ഭക്തി പ്രത്യേക വിധത്തിൽ ഇവർ അഭ്യസിക്കുന്നു. മേരിദാസന്മാർക്ക് ദൈവം നൽകിയ അനുഗ്രഹം അസാധാരണമാണ്. അങ്ങനെ ചിലർക്ക് അസാധാരണ വരങ്ങൾ ലഭിക്കുമ്പോൾ നാം അസൂയപ്പെടാതെ നമുക്കും ലഭിക്കുന്ന വരങ്ങൾ ശരിയായി ഉപയോഗിക്കാൻ ശ്രമിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.